4-ാം തീയതിയാണ് ചെന്നൈ പോണേ. വിശ്വസിക്കാൻ പോവാ. പിന്നെ ചുമ്മാ ഒന്ന് പറയും ആരെങ്കിലും. എനിക്ക് ഒരു അത്ഭുതം പോലെ തോന്നുന്നു. എന്തിന് ചെന്നൈ വരെ പോകുന്നതിന്? ചെന്നൈ വരെ പോകുന്നത് മാത്രമല്ല, ഫ്ലൈറ്റിലല്ലേ പോകുന്നത്, അതുകൊണ്ട്. ഫ്ലൈറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ വിശ്വസിക്കാം. അപ്പൊ ഒരു 2-3 ദിവസം കഴിയുമ്പോ പാക്കൊക്കെ ചെയ്തോ? അത് ശരി. ഞാൻ ബ്ലൗസൊക്കെ തച്ചു മേടിച്ചു പുതിയത്. പാക്ക് ചെയ്യുവാണോ? അതെ. ഓക്കെ. ഏതൊക്കെയാണ് വെച്ചിരിക്കുന്ന സാരി? ഒന്നിത്, അടുത്തത് ചിഹ്നം മേടിച്ചു തന്നത്, അത് കൊള്ളാം. ഇത് അമ്മ മേടിച്ചു തന്നത്, ഇത് അമ്മ വാങ്ങിച്ചു തന്നത്, ഇത് 2 നൈറ്റി, ഇത് 3 തോർത്ത്. അയ്യോ, മറ്റേ ഇത്ര നേരത്തെ ഒക്കെ ഫുൾ പാക്കിംഗ് സെറ്റ്. അതെന്താ എക്സൈറ്റഡ് ആണോ? അല്ല, നാളെ പറ്റി സമയം കിട്ടി പിന്നെ ധൃതിയല്ലേ. എക്സൈറ്റഡ് ആണോ പോവാൻ? ആണ്. എക്സൈറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാം റെഡിയാണോ? അല്ല, എക്സൈറ്റഡ് എന്ന് വെച്ചാ ഒരു ഉത്സാഹം ഉണ്ടോന്ന്, ഒരു സന്തോഷം ഉണ്ടോന്ന്. പിന്നല്ലാതെ ഫ്ലൈറ്റ് കയറാത്ത ഇരുന്ന് കാരണം ഒരാളിന് സന്തോഷമല്ലാതെ. അതാണ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കണക്ട് ചെയ്തിരിക്കുന്ന സാധനത്തിലേക്കാണ് നമ്മൾ നടന്ന് കയറാൻ പോകുന്നത്. ഇതാണ് ആ ബ്രിഡ്ജ്. നമ്മൾ നേരെ ചെല്ലാൻ ഫ്ലൈറ്റിനകത്ത്. അങ്ങനെ ഉണ്ട്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, മഴ പെയ്യല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുന്നു. നമ്മുടെ സീറ്റ് കറക്റ്റ് അല്ല. പേടിയുണ്ടോ? ഇല്ലടാ. എന്താ? നിങ്ങൾ 2 പേരും എന്റെ അടുത്ത് ഇരിക്കുന്നു. എക്സൈറ്റഡ് ആണോ? അതെ. എങ്ങനെയായിരിക്കും തോന്നുന്നു ഫ്ലൈറ്റ് പൊങ്ങുമ്പോ? फ्लाइट मोड के उपकरणों को उड़ान के दौरान बंद रखें। इलेक्ट्रॉनिक मनोरंजन उपकरणों का इस्तेमाल टेक ऑफ के बाद कर सकते हैं। मदिरा पीना और सिगरेट, ई सिगरेट का उपयोग वर्जित है और ये दंडनीय अपराध है। सभी शौचालयों में धूम्र अनुसंधान यंत्र लगे हैं। आपातकालीन स्थिति में अगर पानी पर उतरना पड़े तो सीट के नीचे रखी रक्षा जैकेट पाउच सेट എടുക്കും പോകും. അതാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നേരിൽ എത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോ മഴക്കോളം കൂടെ വ്യൂ ഇല്ല. അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യും. പിന്നെ ലാൻഡിങ്ങും കൊള്ളാം കേട്ടോ. നിങ്ങൾ എപ്പോഴും പോവുകയും വരികയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നല്ല ധൈര്യമായിട്ടാണ്. നമ്മളാണെങ്കിൽ ധൈര്യക്കുറവൊന്നുമില്ല. ആദ്യമായിട്ട് പോണോണ്ട് ഇതെങ്ങനെയാ പൊങ്ങണത്. എന്നിട്ടൊരു പൊങ്ങു പൊങ്ങും. ആ ഒരു ആഗ്രഹവും നടക്കാൻ പോണല്ലോ. ഇപ്പൊ സ്പീഡിൽ പോവും. നോക്കിയിരുന്നോട്ടാ, ഇപ്പൊ പൊങ്ങും. പൊങ്ങി നല്ല രസമുണ്ട്. പേടിയൊന്നും ആയില്ലല്ലോ. ട്രിവാൻഡ്രം മൊത്തം കാണാം. വീടെല്ലാം പൊടിയായി. ഒരുപാട് മണി. ഇപ്പൊ ഫ്ലൈറ്റ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ ഇങ്ങനെയാവും. എന്നിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കണം. നമ്മളിത് മേഘങ്ങളുടെയൊക്കെ മേളിൽ കൂടിയാണ് പോകുന്നത്. 5 മിനിറ്റിൽ ഉപ്പുമാവ് റെഡിയാവും. സൂപ്പർ അല്ലേ? നല്ല രസമുണ്ടാണ് അവർ ചെയ്യുന്നത്. നല്ല എളുപ്പമായിട്ട് ചെയ്യുന്നല്ലേ?
ഉണ്ട്. ഈ കുലുങ്ങുന്നതില്ലേ, അതിന്റെ പേരാണ് ടർബുലൻസ്. സൂക്ഷിച്ചോ, തേത് വീഴണ്ട. എങ്ങനെയുണ്ട് ഫ്ലൈറ്റിലെ ചായ? ഫ്ലൈറ്റിലെ ചായ ഏലക്കായ ഇട്ട്. ഏലക്ക. ഓ, റെഡി. എളുപ്പം കഴിയും. ഒരു 5 ഡബ്ബ വാങ്ങി വീട്ടിൽ കൊണ്ടുവരാം. ഇത് ഗ്യാസിൻ്റെ സൈസുണ്ട്. കൊള്ളാല്ലേ? ഒക്കെ കറക്റ്റ്. ഇറങ്ങി. ചിറക്ക് കണ്ടോ ഫ്ലൈറ്റിന്റെ? അതാണ് ചിറക്. കിളിയുടെ ചിറക് പോലെ ഇത് വെച്ചാൽ ഈ സാധനം പറക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. യാത്ര കഴിഞ്ഞ് വിചാരിച്ച പോലെയായിരുന്നു? വിചാരിച്ചേക്കാൾ നല്ലതായിരുന്നോ? വിചാരിച്ചൊരു പേടിയുടെ ഒരു കഴിച്ചിലിരുന്ന ഒരു ഫ്ലൈറ്റിലാദ്യം കയറുമ്പോൾ ഒരു പേടി പോലെയൊക്കെ ഭയം. പക്ഷെ എനിക്ക് അതൊന്നും അനുഭവപ്പെട്ടില്ല. ഇത് നല്ലതായിട്ട് തോന്നി. സിമ്പിൾ. സിമ്പിൾ. സാധാരണ ഒരു കാറിലിരുന്ന് എവിടെ പോകുന്നത്? നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകില്ലേ, അതുപോലെ. നമുക്ക് 1 മണിക്കൂറില് നമ്മൾ ചെന്നൈ എത്തി. കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് 1000 കിലോമീറ്റർ ആണ് നമ്മൾ 1 മണിക്കൂറിൽ എത്തിയത്. കൊള്ളാല്ലേ? പൈസ ചിലവാക്കിയാലെന്ത് സുഖമായിട്ട് കൊണ്ടുപോയി. ഈ പ്ലെയിനിലാണ് നമ്മൾ വന്നത്. ആദ്യമായിട്ട് അങ്ങനെ എസ്കലേറ്ററിൽ കയറി. ഓക്കെ, ഇപ്പോഴേ വേണ്ട കേട്ടോ. അവിടെ എത്തുമ്പോഴാണ് കാല് എടുത്ത് പുറത്തേക്ക് അങ്ങ് വെച്ചാൽ മതി. വെച്ചോ വെച്ചോ വെച്ചോ. അയ്യോ അയ്യോ. ആ ആ. എക്സ്പീരിയൻസ് ആയി. അപ്പോൾ നമ്മുടെ യാത്ര കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും ലഗേജ് ഒക്കെ കിട്ടി. അപ്പച്ചിയുടെ പെട്ടി ഇവിടെ ചെന്ന് സ്റ്റൈലിഷ് ആണ്, ട്രോളി പെട്ടിയൊക്കെ ആയിട്ട്. അപ്പം യാത്ര കംപ്ലീറ്റ് ആയി. ഈ പെട്ടി എന്തിനായാലും ഇത് മുന്നേ എവിടെ യൂസ് ഇല്ല, അമ്മ കൊടുത്തു. അമ്മ She's not used it yet. It's a new one. 2-3 മാസം മുമ്പ് വന്നു. അവിടെ ഫ്ലൈറ്റിലെ പറ്റി ഫസ്റ്റ് ടൈം കൈക്ക് പറ്റാതിരിക്കാൻ ഞാൻ കവറൊക്കെ ചെയ്തു. അപ്പച്ചി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റ് ഇഷ്ടം? അങ്ങനെ നമ്മൾ ഞാൻ വിചാരിക്കണൊക്കെ നല്ല എല്ലാം ഈസി. കുറെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് വിചാരിച്ചത്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഫ്ലൈറ്റ് കൊണ്ടുപോയാണ്. ഇനി ആറ്റെങ്കിലും നമുക്ക് ഫ്ലൈറ്റിൽ പോകാം. ആറ്റിങ്ങിൽ നമുക്ക് ഫ്ലൈറ്റിൽ പോകാം. നമുക്ക് ഫ്ലൈറ്റിൽ പോവാം.